പ്രിയപ്പെട്ടവരെ, നല്ല വാർത്തയാണ് വെളുപ്പാങ്കാലത്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് UAE സമയം 4 മണിയാണല്ലോ പറഞ്ഞിരുന്നത് ഈ ബുധനാഴ്ച വെളുപ്പിന് ആക്രമണം അതിശക്തമാക്കും ഇറാനുമേൽ എന്ന് ട്രംപ് പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു 4 മണിക്കൂർ മുമ്പേ തന്നെ ചില നിർണായകമായ നാടകീയമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും തൽക്കാലം ഒരു താൽക്കാലികമായ സമാധാന അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന മുഹൂർത്തമാണിത്. ആ പറഞ്ഞിരുന്ന അന്ത്യശാസന സമയം അവസാനിക്കാൻ 1 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ, അതായത് UAE സമയം 3 മണിയോടുകൂടി തന്നെ ആ അറിയിപ്പ് വന്നു. ഞങ്ങൾ കുറച്ചൊന്ന് അത് വീണ്ടും പല ചാനലുകളിലും പലയിടങ്ങളിലും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, ട്രംപ് സമ്മതിച്ചിരിക്കുന്നു 2 ആഴ്ചത്തേക്ക് മധ്യസ്ഥർ പ്രപ്പോസ് ചെയ്തതുപോലെ 2 ആഴ്ചത്തേക്ക് അതിശക്തമായ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഈ ആയുധങ്ങളും അല്ലെങ്കിൽ ആയുധശാലകളും ഊർജ കേന്ദ്രങ്ങളും പാലങ്ങളും ഇതൊന്നും ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചത്തേക്ക് ആക്രമണമൊന്നുമില്ലെങ്കിൽ, ഒരാക്രമണവും ഇല്ലെങ്കിൽ ഹോർമൂസ് തുറന്നു കൊടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള താൽക്കാലിക വെടിനിർത്തൽ എന്ന അവസ്ഥയിൽ ഇപ്പോഴിതാ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നു, യുദ്ധം ഞങ്ങൾ വിജയിച്ചു എന്നതിന് തുല്യമാണ്. ഒരു 10 അജണ്ടയുണ്ടായിരുന്നു, അത് അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഏതായാലും വരുന്ന വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ചർച്ച നടത്തും എന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം കൂടി പുറത്തു വരികയാണ്. തൽക്കാലം അമേരിക്കൻ മിലിറ്ററി പറഞ്ഞിരിക്കുന്ന ഒരു വിവരം കൂടി ഇപ്പോൾ 1 സെക്കൻഡിൽ വന്നിരിക്കുന്നത്, ഇറാനിനുള്ളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ എയർ സ്ട്രൈക്കും വ്യോമാക്രമണവും തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ്. അമേരിക്കയുടെ ഒഫീഷ്യൽ വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ, അതായത് വെളുപ്പാങ്കാലം മുതൽ ഹോർമൂസ് താൽക്കാലികമായിട്ട് തുറക്കുമെന്നും ആക്രമണം ഇല്ലാത്ത 2 ആഴ്ച കടന്നു പോകുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ആരും നിയമങ്ങൾ തെറ്റിക്കാതെ ശാശ്വതമായ ഒരു സമാധാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള സാഹചര്യമാവട്ടെ. പാകിസ്ഥാനാണ് ഇന്നൊരു 4 മണിക്കൂർ മുമ്പ് ശക്തമായിട്ട് ഒരു പ്രപ്പോസൽ ട്രംപിന് കൊടുത്തിരുന്നത്. ഇങ്ങനെ 2 ആഴ്ച കാലത്തേക്കൊന്ന് നിർത്തിവെച്ചിട്ട് ഇതിന്മേൽ ആ 2 ആഴ്ച കൊണ്ട് ഇറാനെ കൊണ്ട് ഹോർമൂസ് തുറപ്പിക്കുന്ന കാര്യം, കപ്പലിൽ കടത്തിവിടുന്ന കാര്യം തങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും 2 കൂട്ടരും അപ്പോൾ ഞങ്ങൾ ദുബായ് വാർത്തയിലൂടെ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സമയത്തും എന്താണ് സംഭവിക്കുന്നത്. ട്രംപ് ആദ്യം പറഞ്ഞത് ഒരു പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഒന്നും പറയില്ല, കുറച്ചു കഴിഞ്ഞ് പറയാം എന്ന് ഫോക്സ് ന്യൂസിലെ ചില വ്യക്തികളോട് മാത്രമായിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു കൃത്യം പറഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് തീരുമാനമാവുകയും ഒരു 10-15 മിനിറ്റ് മുമ്പ് അത് വ്യക്തമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിശക്തമായ ഒരു ആക്രമണത്തിലൂടെ ഗൾഫ് മേഖലയ്ക്കും ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അന്തരീക്ഷം ഈ ഒരു തീരുമാനത്തിലൂടെ, ഇറാന്റെയും അമേരിക്കയുടെയും തീരുമാനത്തിലൂടെ, മധ്യസ്ഥം നടത്തിയ ശ്രമത്തിലൂടെ തൽക്കാലം വിജയം കണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ നമുക്ക് പറയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയും ഉറങ്ങാതിരുന്നുകൊണ്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്കൊക്കെയും തൽക്കാലം 2 ആഴ്ച സമാധാനമെങ്കിൽ കിട്ടട്ടെ, 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച അത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ആശംസിച്ചിരുന്നു. ഏതായാലും ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ പാലിക്കട്ടെ എന്ന് മാത്രം, അതിനുവേണ്ടി കൂടെ നമ്മൾ ആശംസിക്കണം. അത് പാലിച്ചുകൊണ്ട് 2 ആഴ്ച കടത്തിവിടുകയും അതിനിടയിൽ ശാശ്വതമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറിമറിയും. നമുക്ക് എന്തെങ്കിലും ഇതിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ആശങ്കയും ഭയവും ജീവിതത്തിൽ ജോലിയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനുള്ള 2 ആഴ്ചയായിട്ടത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.